രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും കളമൊരുങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാവുകയുമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിച്ചു. യുവ നേതാക്കൾ കടന്നുവന്നു. പാർട്ടി അഭിപ്രായത്തിനുമപ്പുറം മുന്നണി സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ അന്തരീക്ഷം ചുവടുവെച്ചു. ഭരണപക്ഷവും കരുത്താർജിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിചാരിച്ച വിജയം വരിക്കാനായില്ല എങ്കിലും എൻഡിഎ മുന്നണി കൂടുതൽ കരുത്താർജിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി. കൂടെ കൂടിയ കിങ് മേക്കർമാരെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടി BJP എന്ന ദേശീയ പ്രസ്ഥാനം അതിന്റെ വളർച്ച തുടരുകയുമാണ്. ഇന്ന് BJPയിൽ ചേരാനായി 9 MLA-മാരുമായി JIM മുൻ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ രാത്രി കൊൽക്കത്തയിലെത്തിയ ചെമ്പൈ സോറൻ BJP നേതാവ് സുവേന്ദു അധികാരിയുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഹേമന്ത് സോറൻ ജയിലിൽ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പദം ചെമ്പൈ സോറനാണ് കൈമാറിയിരുന്നത്. ഹേമന്ത് സോറൻ ജയിൽ മോചിതനായതോടെ ചെമ്പൈ സോറൻ സ്ഥാനമൊഴിഞ്ഞു. ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി ചെമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചൗഹാനുമായി ഏറെ നാളായി ചെമ്പൈ സോറൻ ചർച്ച നടത്തിയിരുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം ചെമ്പൈ സോറനെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു. 5 വർഷം കൊണ്ട് ഹേമന്ത് സോറന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് 6 മാസം കൊണ്ട് ചെമ്പൈ സോറൻ ജാർഖണ്ഡിൽ ചെയ്തതെന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതേസമയം BJP പ്രവേശനം സംബന്ധിച്ച് വാർത്തകൾ താൻ കണ്ടിട്ടില്ല എന്നായിരുന്നു ചെമ്പൈ സോറൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്താണ് പ്രചരിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാകില്ല. അതേക്കുറിച്ച് ഒന്നും തനിക്കറിയില്ല എന്നായിരുന്നു ചെമ്പൈ സോറന്റെ പ്രതികരണം. ഭൂമി തട്ടിപ്പ് കേസിൽ ഹേമന്ത് സോറന് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെ ചെമ്പൈ സോറന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നതാണ്. ഹേമന്തിന്റെ അഭാവത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ അസ്ഥിരത നിയന്ത്രിക്കാൻ ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. ജാമ്യം നേടിയ ശേഷം ഹേമന്ത് വീണ്ടും അധികാരത്തിൽ വരുന്നതുവരെ അദ്ദേഹം ഈ മാസങ്ങളോളം അതേ സ്ഥാനത്ത് തുടർന്നു. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയതിന് പിന്നാലെ പുതിയ മന്ത്രിസഭയിൽ ചെമ്പൈ സോറന് മന്ത്രിസ്ഥാനവും ലഭിച്ചു. എന്നാൽ അന്നു മുതൽ ചെമ്പൈ സോറൻ അതൃപ്തിയിലാണെന്നും ഹേമന്തിന്റെ ക്യാമ്പ് വിട്ടേക്കുമെന്നുള്ള ചർച്ചകളും പ്രചരിച്ചിരുന്നു. ഈ അതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ BJPയിലേക്കുള്ള നീക്കത്തിന് പിന്നിലെ പ്രേരക ഘടകം. ചെമ്പൈക്കൊപ്പം കൂടുതൽ JIM നേതാക്കൾ BJPയിൽ ചേരാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഈ മാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ സാരമായി തന്നെ ബാധിച്ചേക്കാം. ഈ രാഷ്ട്രീയ മാറ്റങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ശക്തമായി തന്നെ പ്രചരിച്ചിരുന്നു. ജാർഖണ്ഡിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ സാധ്യമായ പുനഃക്രമീകരണത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഈ മാറ്റങ്ങളുടെ ഫലം കണ്ടു തന്നെ അറിയേണ്ടി വരും. BJPയിലേക്കുള്ള ചെമ്പൈ സോറന്റെ സാധ്യതയുള്ള നീക്കം ജാർഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളെ എടുത്തു കാണിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഈ സംഭവം പ്രധാന പങ്ക് വഹിക്കും.